ഈ സീസണിൽ കപ്പ് ആർക്കും കൊടുക്കണ്ട. അനീഷിനും കൊടുക്കണ്ട, അനുമോൾക്കും കൊടുക്കണ്ട, അക്ബറിനും കൊടുക്കണ്ട. കപ്പ് ഷാനവാസ് കൊണ്ടുപോക്കോട്ടെ. അല്ല പിന്നെ അനീഷിന് കൊടുത്താൽ പറയും അത് കഴിഞ്ഞ സീസണിൽ ജിൻഡോ അഭിനയിച്ച കണക്കാണെന്ന് പറയും. അനുമോൾക്ക് കൊടുത്താൽ PR സക്സസ് ആയി എന്ന് പറയും. അക്ബറിന് കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയും. അക്ബറിനെ വെള്ളപൂശി അക്ബറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സീസൺ തുടങ്ങിയതാണെന്ന് പറയും. എന്നാൽ പിന്നെ അതെ ഇപ്പൊ ലൈവില് ഷാനവാസ് നല്ല അടിപൊളി വേടിക്കട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഷാനവാസ് തന്നെയാണ് ഡിസേർവിങ്. സംഭവം എന്താണെന്ന് നോക്കാം. അപ്പോൾ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദില അനുമോളെ നല്ല പോലെ അടിപൊളിയായിട്ട് അങ്ങോട്ട് കീറി നാറ്റിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ആദിലയുടെ ആദില മാനിപ്പുലേറ്റഡ് ആകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ശൈത്യ ബിൻസി. ഇവര് ആദിലയെ മാനിപ്പുലേറ്റ് ചെയ്തതാണ്. ആദില ഈ സീസണിൽ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഒരു കുഴി കുത്തി അതിനകത്തിട്ട് മൂടിയിട്ട് അനുമോളാണ് എല്ലാം ചെയ്തത് എന്ന് ആദില പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അനുമോള് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അങ്ങനെ അനുമോൾ ആകെ ഡൗൺ ആണ്. അപ്പോൾ അഭിലാഷ് വന്നിട്ട് അനുമോളുടെ അടുത്ത് കുറച്ച് ഫണ്ണാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ലക്ഷ്മി വന്ന് അടുത്തിരുന്ന് അനുമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അനുമോളെ നീ കരയല്ലേ. അനുമോളാണെങ്കിൽ ഉള്ളിക്കിടന്ന് നെല്ല വിളിച്ച് കരയാണ്. അനുമോളുടെ ചില കരച്ചിലിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഇങ്ങനെ കരയാനായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കരച്ചിൽ വരും. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിരിക്കും. എന്നിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും കാണാതെ അനുമോള് ഓൾറെഡി ഇതിൽ പലതവണ ഈ പിടിച്ചിരുന്ന് കരഞ്ഞിട്ടുള്ള കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. ഫേസ് എക്സ്പ്രഷൻസ് മാത്രം വെച്ചിട്ട് ആ കരച്ചിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ഷ്മി അടുത്ത് പോയിരുന്നിട്ട് അനുമോളെ നീ പുറത്തെ കാര്യങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട. ഇവരെല്ലാവരും വന്ന് പറഞ്ഞ് ഇവരൊക്കെ ഒരുപാട് പേര് കൈയടിച്ചു. ഈ കൈയടിച്ച ആൾക്കാരെയൊക്കെ നീ നോക്കി വെച്ചിരിക്കുക. അവർ കൈയടിച്ചതിൽ പകുതിയും പുറത്തുള്ളവർക്കും ഈ പറയുന്ന ഇവിടുന്ന് പോയ പലർക്കും അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് നിന്നോട് അസൂയയുണ്ട്. ആ അസൂയ ഓഡിയൻസിന്റെ ഇടയിലേക്ക് നീ പുറത്തോട്ട് പോകുമ്പം ആ അസൂയ എന്തായാലും ഉണ്ടാകത്തില്ല. പിന്നെ നിന്നെ പുറത്തിറങ്ങുമ്പോൾ കൈയടിക്കാനും അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രെയിലർ നീ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഓൾമോസ്റ്റ് നിനക്ക് എന്താണ് ഒരു ഇമേജ് എന്നുള്ളത് നിനക്ക് മനസ്സിലായല്ലോ. പുറത്തിറങ്ങുമ്പോൾ നീ എല്ലാം കൊണ്ടും പ്രിപ്പയർഡ് ആയിരിക്കുക. പുറത്തിറങ്ങുമ്പോഴും നിനക്ക് ഇതൊരു ട്രെയിലറാണ്. പുറത്തിറങ്ങുമ്പോൾ നിനക്ക് എന്തായാലും ഉണ്ട്. പക്ഷേ നീ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അത് മാത്രമല്ല നീ നിനക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നീ ഒരുപാട് പേർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു വ്യക്തിയാണ്. ഞാനും നീയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ കുറച്ച് സദാചാരം ഒന്നും ഇല്ലാത്ത എൻ്റെ ലൈഫ് വേറൊരു രീതിയിലാണ്. പക്ഷെ നീ അങ്ങനെയല്ല. നിന്നെ ആ ഒരു തരത്തിൽ തന്നെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ടാണ് ലക്ഷ്മി പറയുന്നത്. അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് നീ ചീഞ്ഞളിഞ്ഞാലും മറ്റുള്ളവർക്ക് വളമാകാൻ മാത്രം നോക്കുന്ന ഒരാളാണ് നീ എന്ന് ലക്ഷ്മി അനുമോളോട് പറയുകയാണ്.